ഹൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് കളർ വെറൈറ്റീസ് ഉള്ള ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ്. അപ്പോൾ ഇതിൽ 4 കളർ വെറൈറ്റീസാണ് വരുന്നത്. അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ 4 വെറൈറ്റി ആയിട്ടുള്ള ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ്. എല്ലാം ചെറിയ പ്ലാന്റ്സ് ആണ്, ഒരുപാട് വലിപ്പമുള്ളതൊന്നുമല്ല. ഈ ഒരു സൈസാണ് പ്ലാന്റ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കളർ ഏതൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്ലവറുള്ള പ്ലാന്റ് മാത്രമായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. നന്നായി റൂട്ട് വന്ന് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ, ഒരു ലൈറ്റ് ബ്ലൂ കളറ്, വൈറ്റ്, ലൈറ്റ് റോസ്, അങ്ങനെയാണ് നമുക്ക് വരുന്ന 4 കളേഴ്സ്. അപ്പോൾ 4ഉം ഇത് കണ്ടില്ലേ, ഓരോ ഷേപ്പിലും ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഓരോ ഫ്ലവറും നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എല്ലാം ഷേപ്പിൽ വ്യത്യാസമുണ്ട്, കളറിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒത്തിരി ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റാണ്, ഒരുപാട് പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. സമ്മറിലാണ് ഈ ഒരു പ്ലാന്റിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായി കാണുന്നത്. ഫ്ലവേഴ്സ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ ഒരേ പൂക്കൾ ചെടിയിൽ നിൽക്കുകയും ചെയ്യും. ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൻ്റെ കളറ് ചേഞ്ച് ആവും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അത് ഓർഡിനറി വെറൈറ്റീസിലാണ് കളർ ചേഞ്ച് ആവുന്നത്. ഹൈബ്രിഡിൽ കളർ ചേഞ്ച് ആവില്ല. നമ്മൾ ഏത് നേച്ചറിലുള്ള മണ്ണിൽ നട്ടാലും ഇതേ കളറിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട്, നമ്മൾ പുറത്തുനിന്ന് വേറെ കളറിലുള്ള പൂക്കൾ കണ്ടിട്ട് ചെടികൾ വാങ്ങിക്കൊണ്ട് നട്ടിട്ട് പിന്നീട് അതിൽ പൂക്കളുണ്ടാകുമ്പം കളർ ചേഞ്ചായി, ബ്ലൂ കണ്ട് വാങ്ങി റോസ് പൂക്കളുണ്ടാകുന്നു, അല്ലെങ്കിൽ തിരിച്ച് പൂക്കളുണ്ടാകുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ മണ്ണിൻ്റെ നേച്ചർ അനുസരിച്ച് ഓർഡിനറി വെറൈറ്റീസിൽ ഫ്ലവേഴ്സിൻ്റെ കളർ ചേഞ്ച് ആവും. പക്ഷേ ഈ വെറൈറ്റീസിൽ കളർ ചേഞ്ച് ആവില്ല. ഇത് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത്. ഹൈഡ്രാഞ്ചിയ ചെടികൾക്ക് മീഡിയം സൺലൈറ്റാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒരുപാട് സൺലൈറ്റ് ആയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ സൺലൈറ്റ് ഒത്തിരി കുറഞ്ഞ് ഷെയ്ഡിൽ ചെടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലീഫിനൊന്നും കറക്റ്റായിട്ടുള്ള ഭംഗി കിട്ടില്ല. ഒരു മീഡിയം സൺലൈറ്റ്, അതായത് രാവിലത്തെ വെയിലൊക്കെ നന്നായിട്ട് കൊള്ളുന്ന രീതിയിൽ തന്നെ ചെടി വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം ഫെർട്ടിലൈസേഴ്സൊക്കെ വേണം. നമുക്ക് ചാണകപ്പൊടി, കമ്പോസ്റ്റ്, എല്ലുപൊടി, NPK വളങ്ങളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെറിയ കെയർ കൊടുത്താൽ തന്നെ സമ്മർ സീസൺ ആകുമ്പോഴേക്കും ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് ഹൈഡ്രാഞ്ചിയ. നമുക്കിതിൻ്റെ 4 വെറൈറ്റീസിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ 340 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഈ പ്ലാന്റ് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വാട്സപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ഒരുപാട് പ്ലാന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റോക്കിലുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ.